അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷഫീഖാണ് റിയാദിൽ നിന്ന്. എന്തൊക്കെയുണ്ട് ചങ്കളെ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ, റാഹത്തല്ലേ? ചങ്കളെ, ഇന്ന് ജോബ് വേക്കൻസി അല്ല കേട്ടോ. ഇന്ന് നമ്മളെ യൂട്യൂബിൽ ഒരു കമൻറ്റ് വന്നിരുന്നല്ലോ. അപ്പോൾ അതുപരമായിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നേരെ 4 ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് മുമ്പേ നമ്മളൊരു ജോബ് വേക്കൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മുമ്പേ ഒരു ജോബ് വേക്കൻസി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നസീമിൽ ഒരു ജോബ് വേക്കൻസി ഉണ്ട്, നാട്ടിൽ നിന്നുള്ള ആൾക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏജ് കുറവ് കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ ആൾക്ക്. അപ്പോൾ ആ സുഹൃത്ത് ഇന്നലെ സൗദിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ എൻ്റെ ഉപ്പാൻ്റെ കൂടെ ഇരുന്നു. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ വാങ്ങിയിട്ടാണെങ്കിലും ഫ്രീ ആണെങ്കിലും ചെയ്തു കൊടുക്കുന്നതൊക്കെ ജെന്യൂൻ ആണോ എന്നുള്ളതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് വിളിച്ചു നോക്കാം, ഒന്ന് റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല 5 മണിക്ക് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യാനുമുണ്ട്. അതും നമ്മളെ വിസയിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഹലോ അസ്സലാമു അലൈക്കും. എവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടോ റൂമിൽ? ആ ഓക്കെ ഓക്കെ, എന്നാ പുറത്തേക്ക് ഇറങ്ങട്ടോ. ഞാൻ ഇപ്പോൾ എത്തും, അവിടെ എത്തും, 2 മിനിറ്റ് കൊണ്ട് എത്തും കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ആളാണ് ഇപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും എന്നോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോൻ ഒരു ദിവസം എൻ്റെ അടുത്ത് നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ജോബിനാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഏതായാലും ഒരു എയർപോർട്ടിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യാണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് ഇയാളെ ഇവിടെ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് ആളെ പിക്ക് ചെയ്ത് കണ്ട് നേരെ എയർപോർട്ടിൽ പോയിട്ട് ആളെയും കൂടി പിക്ക് ചെയ്ത് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ജെന്യൂൻ ആണോ അല്ല എന്നുള്ളത് സംശയമില്ല. ഒരുപാട് ആളുകളില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളെ വീഡിയോ. നിങ്ങളുടെ ഒരു എതിർപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ആരാണെങ്കിലും സംശയിച്ചു പോകും. നമ്മൾ ഈ ഫേക്ക് ആണെന്ന് പറയുന്ന ആളുകളോട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയില്ല. പല ആളുകളും ചോദിച്ചൊരു ചോദ്യമാണ് എന്നോട്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്രയും തോന്നെ ജോബ് വേക്കൻറ്റ് കിട്ടണമെന്നില്ലേ? നമ്മളൊരു 4-5 വർഷമായിട്ട് ടിക്ടോക്കിൽ കണ്ടിന്യൂ ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ജോബ് വേക്കൻസികൾ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലേക്ക് ഈ ജോബ് വേക്കൻസി കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെന്ന് നോക്കാം, ആൾ റെഡി ആയിട്ടുണ്ടോ നോക്കട്ടോ. അയാളെ പിക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് നമ്മളെ വിസയിൽ വരുന്ന ആളെ തന്നെ ഇന്ന് പിക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ആള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഓൻ തന്നെ പറയുങ്ങളോട് ഇതിൽ വിസയൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ മാതിരി ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ കേട്ടോ പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് ഞാൻ പറഞ്ഞ ലെവലിൽ നിങ്ങൾക്ക് വിസയിൽ പിന്നെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അതവിടെ വരാൻ നിങ്ങൾ വല്ല ക്യാഷ് ഞാൻ എക്സ്ട്രാ മേടിച്ചോ, പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ല, ഷെഫീഖ പറഞ്ഞ കാര്യം തന്നെ നടന്നിട്ടുള്ളൂ. ഷെഫീഖ പറഞ്ഞ ചിലവ് അതിന് വന്നിട്ട്, അല്ലാണ്ട് ഷെഫീഖക്ക് എക്സ്ട്രാ പൈസയോ കാര്യങ്ങളൊന്നും നമുക്കിതിൽ വന്നിട്ടില്ല. പിന്നെ പറഞ്ഞ പണിയായിരുന്നു, പറഞ്ഞ കട, അതേ പറഞ്ഞ എന്തൊക്കെ ഷെഫീഖ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ വന്നിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് എക്സ്ട്രാ പണിയോ കാര്യങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല, വന്നിട്ടുമില്ല. അപ്പം ഞങ്ങൾ ഇനി എയർപോർട്ടിൽ പോവാണ്. എയർപോർട്ടിൽ നമുക്ക് ഇന്ന് ഒരാൾ വരാണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ 4 ദിവസമായിട്ട് വേക്കൻറ്റ് ചെയ്യാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടല്ല. ഇതുപോലെയുള്ള വേഡ് കമൻറ്റ് വരുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുക, വേക്കൻറ്റും കാര്യങ്ങളൊക്കെ കുറയും. ഇൻഷാ അല്ലാഹ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ആളെ പിക്ക് ചെയ്തിട്ട് നമുക്ക് അവനോട് ചോദിക്കാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം എനിക്കെന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു ബുദ്ധിമുട്ട് ഇതായിട്ട് വന്നിട്ടില്ല. നമ്മളെ വിസയിൽ ഇന്ന് വന്ന ആളാട്ടോ, പാണ്ടിക്കാടാണ് ആളെ വീടുള്ളത്. അപ്പോൾ നമ്മൾ ഓല് പറഞ്ഞ മാതിരി തന്നെ വിസൻ്റെ കാര്യങ്ങളൊക്കെ, എനിക്ക് വിസയിൽ എന്തെങ്കിലും ഒരു ഡിലേ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? പറഞ്ഞതിനേക്കാളും കൂടുതൽ ക്യാഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ ചോദിച്ചിട്ടോ കാര്യങ്ങളോ ഉണ്ടോ? എയർപോർട്ടിൽ നിന്ന് ഞാൻ വന്ന് പിക്ക് ചെയ്തു അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റാളെ ഷോപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കമലിയാത്ത് എന്ന് പറയുന്ന ഒരു ഷോപ്പിക്ക് നമ്മൾ ഒരാളെന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അയാളെ നമ്മൾ ആ ഷോപ്പിലേക്കാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സയ്യാറ കഹറബ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണലിലൊരു പേപ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതേ പ്രൊഫഷനിൽ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എൻ്റെ PM വരുന്നുണ്ടോ ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എൻ്റെ കോൺടാക്ട് നമ്പർ 9895331557 9895 331 557. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഇവർ വന്നതൊക്കെ ഞാനിതിൽ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ കമൻറ്റ് ബോക്സിൽ നമ്മളിങ്ങനെ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് കാരണമാണ് ഇപ്പോൾ ഞാൻ ഈ ജോബ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നത്. കാരണം നമ്മളിത് ഫേക്കായിട്ട് ചെയ്യണമല്ല എന്നില്ല, നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മളിതുവരെ വന്നത് ഇപ്പം മിനിഞ്ഞാന്ന് വരെ നമ്മളതിൽ ആൾ വന്നിട്ടുണ്ട്.
പക്ഷെ നമ്മളൊരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നമ്മളതിൻ്റെ ഒരു ആവശ്യമല്ല. കാരണം നമ്മളായിട്ടുള്ള ഇടപഴകുന്ന ആളുകൾക്കൊക്കെ അറിയാം നമ്മളെ പറ്റി എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം എന്നുള്ളത്. അപ്പം ഞാൻ ഇന്നലെ ഇന്നും വന്ന ആളുകൾ 2 ആളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു ജോബ് വേക്കൻസി ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.